ഹലോ റെഡ് എഫ് എം കൊച്ചി അല്ലേ? എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ്. ഞാൻ യു എയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളെ ആർജെ അല്ലേ ഈ അഞ്ജലി? എത്ര ദിവസമായി? അല്ല, നിങ്ങൾ അറിഞ്ഞല്ലോ, നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും. ഹായ് ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നത്തെ നമ്മളുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ആർ.ജെ. അഞ്ജലി പ്രാങ്ക് വീഡിയോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർ.ജെ. അഞ്ജലിയുടെ പ്രാങ്ക് വീഡിയോ, അല്ലെങ്കിൽ അതിനുശേഷം ആൾ വന്ന് പറഞ്ഞ മാപ്പപേക്ഷ, അല്ലെങ്കിൽ മാപ്പപേക്ഷ അല്ലല്ലോ, മാപ്പ് പറഞ്ഞുകൊണ്ടിട്ടുള്ള അല്ല അപ്പോളജൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള വീഡിയോ, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് ഈ ടോപ്പിക്കെ അങ്ങ് ഒഴിവാക്കി വിട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് റാൻഡംലി ഒരു വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാനതാണ് ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത്. അപ്പം അത് കണ്ടപ്പോഴാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ഈ വീഡിയോനെ കുറിച്ച് സംസാരിക്കണമെന്ന്. അപ്പം ആദ്യം തന്നെ ഇതിൽ ഈ പ്രാങ്ക് കോളിൽ കൺവേ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, കരീം എടപ്പാൾ എന്ന് പറയുന്ന ആൾ ഈ റെഡ് എഫ് എമ്മിലോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അഞ്ജലി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ചോദിക്കാനുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഞ്ജലിക്ക് റെഡ് എഫ് എമ്മിൽ ജോലി നഷ്ടപ്പെട്ടു, അത് ഈ പ്രാങ്ക് വീഡിയോ ചെയ്തതുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ ഫേസ്ബുക്കിൽ കടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് അഞ്ജലി തന്നെ വന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് വേഗം പോയി കണ്ടിട്ട് ഈ ഓഡിയോയിലോട്ട് വരാം. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ ആർ.ജെ. പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. അപ്പം അതിനൊരു തീരുമാനമായല്ലോ. അഞ്ജലി തന്നെ വന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ FM-ൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസം ജോലി റിസൈൻ ചെയ്തു എന്നുള്ളത്. അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ FM-കാർ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതല്ല, ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവരുടെ വ്യക്തിഗതമായ തീരുമാനമാണ്, അവിടെ വർക്ക് ചെയ്യണോ വർക്ക് ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പോൾ ഫേസ്ബുക്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ സമയത്താണ് ആൾ എന്ത് ചെയ്തത്, ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മൾ പൊതുവേ ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇത് മൂന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വരിക ഫേസ്ബുക്കിലാണ്. ഇങ്ങനെ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും നെഗറ്റീവ് കമൻറ്റ് എല്ലാം ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഫേസ്ബുക്കിലാണ്. ഇപ്പോൾ ഫേസ്ബുക്കിലാണ് ഇങ്ങനെ പല കമൻറ്റുകൾ ആർ.ജെ. അഞ്ജലി റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇവൻ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഞാനിട്ട വീഡിയോൻ്റെ താഴെയാണെങ്കിലും ഞാൻ അങ്ങനെ മോശമായ രീതിയിലുള്ള കമൻസോ കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷെ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു കുറേ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ജോലി പോയിട്ടില്ല, ഞാൻ മാർച്ചിൽ തന്നെ റിസൈൻ ചെയ്തു എന്നുള്ളത് ആർ.ജെ. അഞ്ജലി വന്ന് പറഞ്ഞു. അപ്പം അത് കണ്ടപ്പം ഈ കമൻ്റ് ഇട്ട ആൾക്കാരാണോ അല്ലെ ആ ലിസ്റ്റിലുള്ള ആൾക്കാർക്കാണോ എന്നറിയില്ല, അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, ദേഷ്യം പിടിച്ചു. അവർക്ക് ആർ.ജെ. അഞ്ജലി പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ആൾ ഈ ഓഫീസിലോട്ട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഓഡിയോ. അപ്പോൾ ഈ ഓഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ആർ.ജെ. അഞ്ജലി എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ഈ റിസെൻറ്റ് പ്രാങ്ക് എന്ന് വെച്ചാൽ ഞാനെടുത്ത് സംസാരിച്ച പ്രാങ്ക് ചെയ്തതിനോട് ഞാൻ 1% പോലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായി ഞാനത് മോശമാണ് എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ആൾ പറഞ്ഞ മാപ്പ് അപേക്ഷ എന്ന് വെച്ചാൽ അത് മാപ്പ് റിലേറ്റഡ് വീഡിയോ, അപേക്ഷയൊന്നുമല്ല വീഡിയോ, അത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട സ്റ്റോറിയായി എഴുതിയതിനോട് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീഡിയോ ഇട്ട സമയത്തും ആ വീഡിയോനും വളരെ ക്ലിയർ ആയിട്ട് എന്താണ് എൻ്റെ അഭിപ്രായം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഈ ഓഡിയോ ബേസ് ചെയ്ത് ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ആർ.ജെ. അഞ്ജലീൻ്റെ സൈഡായി ഞാൻ ആർ.ജെ. അഞ്ജലീനെ ഫേവർ ചെയ്ത് പറയുക ഒന്നുമില്ല. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഓഡിയോ ഇതിൽ നിന്ന് എൻറ്റയർലി വ്യത്യാസമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ ഓഡിയോൻ്റെ ലെവലിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഹലോ റെഡ് എഫ് എം കൊച്ചി അല്ലേ? എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ്. ഞാൻ യു എയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളെ ആർജെ അല്ലേ ഈ അഞ്ജലി? എത്ര ദിവസമായി?
അല്ല, നിങ്ങൾ അറിഞ്ഞല്ലോ പറഞ്ഞത്. നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും. പേര് മാറ്റിയില്ലല്ലോ അഞ്ജലി. റെഡ് എഫ് എമ്മിൽ ബയോ വരെ മാറ്റിയില്ലല്ലോ അഞ്ജലി. അതിപ്പോ നിങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലോ. ആദ്യം തന്നെ കുറേ ആൾക്കാർക്ക് RJ അഞ്ജലിയുടെ ഈ ചെയ്ത് കൂട്ടിയ കാര്യത്തിനോട് നല്ല ദേഷ്യമുണ്ട്. നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം. ആളുടെ എല്ലാ വീഡിയോസ് എന്ന് വെച്ചാൽ ആ വീഡിയോ, അതിന് ശേഷമുള്ള ക്ഷമാ വീഡിയോ, എല്ലാ സാധനങ്ങളും നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ കമൻറ്റുകൾ കണ്ടാൽ തന്നെ അറിയാം നല്ല വെറുപ്പുണ്ടെന്ന്. കാരണം ഈ ചേട്ടൻ ഇപ്പം FM വിളിച്ച് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താ എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല. കാരണം അവരല്ല ഈ തെറ്റ് ചെയ്തത് അല്ലെ പ്രാങ്ക് ചെയ്തത് ആരാണ്? RJ അഞ്ജലിയാണ്. അത് ഈ FM പേജിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ആളുടെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം. അതിന് എന്തിന് ഇവരെ വിളിച്ചു എന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ആ വിളിച്ച വിളിയിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ RJ അഞ്ജലിയാണ് ആ പേരിട്ടിട്ടുള്ളത് ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ. അപ്പോൾ പിന്നെ അതിന് ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവരുടെ പ്രൊഫൈൽ RJ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഇവരിട്ടിട്ടില്ല. ആ ഒരു പോയിന്റ് എനിക്ക് ഇവിടെ തോന്നി. ആൻഡ് മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഏതെങ്കിലും പ്രൊഫൈൽ ഷെയർ ചെയ്തോ ഇന്ന ആൾ റിസൈൻ ചെയ്തോ, അതിൻ്റെ ആവശ്യം എന്താ അത് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ ഫേമിൽ വർക്ക് ചെയ്യുന്ന എത്ര ആൾക്കാർ റിസൈൻ ചെയ്തു പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇന്ന ആൾ റിസൈൻ ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ബേസിക്കലി ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഇതൊരു അഞ്ജലിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? അതെന്താ നിങ്ങൾ കാണായിരുന്നു? അത് നിങ്ങൾ കണ്ടില്ല? നിങ്ങൾക്ക് ആരും വിളിച്ചില്ല? ആ, നിങ്ങളെ ബ്രാഞ്ചില്, റെഡ് FM ബ്രാഞ്ചില് പണിയെടുക്കുന്ന ആളാണ് അഞ്ജലി. എന്ന് റിസൈൻ ചെയ്തു. എന്തുകൊണ്ടറിയില്ല? നിങ്ങളെ പിന്നെ എന്തിനാ ഈ FM റേഡിയോയും വെച്ചിരിക്കുന്നത്? നിങ്ങളെ സ്റ്റാഫ് റിസൈൻ ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് അറിയില്ലേ? സംഭവം ഈ കരീം എന്ന് പറയുന്ന ആൾ നല്ല ദേഷ്യത്തിലാണ്. ദേഷ്യം തോന്നാണ്ട് ഒന്നിക്കില്ല. പക്ഷേ ഈ ഒരു കോളിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊരു ഒപ്പീനിയൻ ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് ഇത്രത്തോളം ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഇവരെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ലീഗൽ അതോറിറ്റി സിസ്റ്റത്തിലുള്ള ആൾക്കോ, അല്ലെങ്കിൽ ഈ പ്രാങ്കിൽ എന്ന് വെച്ചാൽ പ്രശ്നം അനുഭവിച്ചിട്ടുള്ള ആ ലേഡിക്കോ ആണ് വിളിക്കാൻ പറ്റുക. എനിക്കറിയില്ല, എനിക്ക് ഈ കോള് വളരെ യൂസ്ലെസ് ആയിട്ടുള്ളൊരു കോളായിട്ടാണ് തോന്നിയത്. കാരണം അതിന് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ പർപ്പസ്. ഇവരെ വിളിച്ച് ഇന്ന രീതിയിൽ ചോദിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് അറിയില്ല. ആൻഡ് സെക്കൻഡ് തിങ്, എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇത്രത്തോളം ഇതിൽ ഇറിറ്റേറ്റഡ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവരവരുടെ പോസ്റ്റിൽ കൂടെ വന്ന് സോറിയൊക്കെ പറഞ്ഞെങ്കിലും അടുത്തൊരു ഓപ്ഷനിൽ നോക്കുകയാണ്, അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ അവർ സോറി പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയ രീതിയിലാണ് കാണിച്ചത്. കാരണം വീഡിയോസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു 100 ആൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ 99 ആൾക്കാരും RJ അഞ്ജലിക്ക് എഗെയിൻസ്റ്റ് ആയ രീതിയിലാണ് വീഡിയോ ചെയ്തത്. ഏതോ ഒരാളെങ്ങാനും ഇപ്പോൾ ആ വേർഡ് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചിട്ട് അയാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അയാളെ വീഡിയോ വേഗം എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സോറി പറയുന്നു, നിങ്ങൾ തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ സോറി പറഞ്ഞത്. പിന്നെ നിങ്ങളെങ്ങനെയാണ് മറ്റേ ആളുടെ വീഡിയോനെ സമ്മതിക്കുക? കുറേ ഫേസസിൽ ആ വീഡിയോ തന്നെ, കാരണം ഒരു RJ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെയും ഭയങ്കരണം ഇങ്ങനെ പറഞ്ഞങ്ങ് ഒതുക്കി തീർക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. നിങ്ങളത് പറഞ്ഞില്ല അഞ്ജലി, ഞങ്ങളത് റിസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലോ? എന്ത് സെക്യൂരിറ്റിയാണോ ഫോൺ എടുക്കല്? ഓഫീസിലേക്ക് വിളിച്ചാല് അങ്ങനെ പറയും. ഇത്തരം തമ്മാടിത്തരങ്ങൾ, നിങ്ങളെ പോലത്തെ ഈ ഫ്രാങ്ക് കോളും മറ്റതും ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിയമ സ്വീകരിക്കുമോ? നിങ്ങൾ RJ അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കോ ഇല്ലയോ? നിങ്ങളുടെ ലേബിളിലാണ് RJ അഞ്ജലി അറിയപ്പെടുന്നത്. എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാള്. ഞാൻ ദുബൈയിലാണ് വിളിക്കുന്നത്. പറയല്ല, നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ടോ അവിടെ? എന്താ പൂട്ടിട്ടിക്ക? ഇന്ന് പൂട്ടിട്ടിക്ക?
റിസപ്ഷൻ ഫോണാണ്. ആ നിങ്ങളെ അടുത്ത ആൾക്ക് നിങ്ങളെ മാനേജർമാരോ നിങ്ങളുടെ ഹയർ ഉദ്യോഗസ്ഥന്മാരോ ഉണ്ടോ അവിടെ? എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. നാളെ മുതൽ FM-കാർ ആരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ പോയിട്ടോ, ഇയാളുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും അറിയില്ല, ഇയാൾ പോയി ഒന്നും അറിയില്ല എന്ന കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ചേട്ടൻ നല്ല ഫയറാണ്, അങ്ങ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ അങ്ങ് പറയുന്നുണ്ട്. മറ്റേ ആൾ പേടിച്ചിട്ട് ഇത് സെക്യൂരിറ്റി എടുത്തതെന്ന് പറയുന്നു, അല്ല റിസപ്ഷനാണെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിലും ഇപ്പം എൻ്റെ റിസപ്ഷനിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചില അഡ്മിഷൻസ് കോൾ വരാം. അപ്പം അഡ്മിഷൻ കോൾ വരുന്ന സമയത്ത് എപ്പോഴും വീട്ടുകാർ തന്നെയല്ല വിളിക്കണം എന്നുണ്ടാവും. ചിലപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾ അത്യാവശ്യം ഒരു 2 പെഗ്ഗൊക്കെ അടിച്ചിട്ടൊക്കെ വിളിക്കും. ഇപ്പോൾ 2, 3, 4 പെഗ്. ഇപ്പോൾ കുറച്ച് തരിപ്പുണ്ട് എന്നാൽ ബോധമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ റിസപ്ഷനിലോട്ട് വിളിച്ചിട്ട് എന്താണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, എങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ റിസപ്ഷനിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇത് വളരെ പ്രോപ്പറായിട്ട് പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർ പറയും ഞങ്ങൾ മാഡം വന്നിട്ട് വിളിക്കാൻ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ സാറിനോട് വിളിക്കാൻ പറയും, ഞങ്ങൾ അവരെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർ മെല്ലപ്പോൾ വിളിക്കാട്ടോ എന്നൊന്ന് കട്ട് ചെയ്ത് വേഗം വന്ന് ഫോണൊക്കെ കൊണ്ടുതരുന്ന ഒരു പരിപാടി ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, റിസപ്ഷനാണ്, ഫ്രണ്ട് ഓഫീസാണ്, ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ചേട്ടൻ വിട്ടു കൊടുക്കില്ല, ചേട്ടൻ ഓൺ ഫയറാണ് കേട്ടോ, ഫയർ. എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാള്, ഞാൻ ദുബൈയിലാണ് വിളിക്കുന്നത്. പറയല്ല, നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ടോ അവിടെ? എന്താ പൂട്ടിട്ടിക്ക ഇന്ന് പൂട്ടിട്ടിക്ക? റിസപ്ഷൻ ഫോണാണ്. ആ നിങ്ങളെ അടുത്ത ആൾക്ക് നിങ്ങളെ മാനേജർമാരോ നിങ്ങളുടെ ഹയർ ഉദ്യോഗസ്ഥന്മാരോ ഉണ്ടോ അവിടെ? നോക്കട്ടെ. ആ ഹലോ ഹലോ ആരുണ്ടാവില്ലല്ലേ? ഫോൺ വെച്ച് പോയി പറന്നിട്ടുണ്ടാവും. ഏത് വഴിയാണോ കിട്ടിയ ആ വഴി പറഞ്ഞിട്ടുണ്ടാവും. ഓൺ പവറാണ്, കത്തി കയറുകയാണ്. ഇപ്പം ഇതിൽ കൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമാശയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ടിന് ചെയ്യുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിനെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തു, ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. UAE-യിലുള്ള ആൾക്കാരാണ് വിളിച്ചിട്ട് ഇത്രത്തോളം റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങളും, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു അതിര് വേണം. അതിര് കെട്ട രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഈ കോളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. കാരണം എനിക്കറിയില്ല എന്തിനാണ് കോൾ വിളിച്ച് ഇപ്പോൾ ഇത്ര സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു. കാരണം അവരുടെ പ്രോഗ്രാമല്ല, അവിടുന്ന് റിസൈൻ ചെയ്ത ഒരാളാണ്. ആളുടെ പ്രൊഫൈൽ RJ എന്ന് എഴുതുമ്പോൾ എന്ത് പറയണം, അല്ലെ RJ പോലെയുള്ള ഫേമിൽ നിന്ന് വർക്ക് ചെയ്ത് റിസൈൻ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇറങ്ങി ഇന്ന് ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിന് മാത്രമല്ലേ നേരം ഉണ്ടാവും. അപ്പം എനിക്കറിയില്ല, എനിക്കിത് മേ ബി ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാവാത്തതിൻ്റെ പുറകെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇനി പ്രാങ്ക് കോൾസ് എന്ന് പറയുന്ന പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കിയും കണ്ടും ചെയ്യാൻ ശ്രമിക്കുക. കയ്യിലൊരു ഫോണുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാമറ ഉണ്ട്, കാണാൻ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ എയർ കടന്ന് ഇങ്ങനെ പറക്കേണ്ടി വരും. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.